ഹായ് എവരി വൺ, നമ്മളിന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഏത് ചാപ്റ്ററിൻ്റെയാണ്? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. വളരെ സിമ്പിൾ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് ക്വസ്റ്റ്യനും വളരെ സിമ്പിളാണ്, എന്നാലും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ക്വസ്റ്റ്യനിലേക്ക് കയറാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങളത് വായിച്ചോളൂ. എന്താണ്? എ 250 ടേൺ റെക്ടാങ്കുലർ കോയിൽ ഓഫ് ലെങ്ത് 2.1 cm and width 1.25 cm carries current 85 microampere. It is subjected to a magnetic field 0.85 Tesla എന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു റെക്ടാങ്കുലർ കോയിലുണ്ട്. അതിനകത്ത് എത്ര ടേൺസ് ഉണ്ടെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് അത് എഴുതാം. അപ്പോൾ നമ്പർ ഓഫ് ടേൺസ് 250 എന്നാണ്. കോയിലിൻ്റെ ലെങ്തും അറിയാം, ബ്രെഡ്ത്തും അറിയാം. അപ്പോൾ അതിൻ്റെ ഏരിയ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നാണ്. അപ്പോൾ 2.1 ഇൻറ്റു 10⁻² ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാണ്? 1.25 ഇൻറ്റു 10⁻² എന്നാണ്. ഓക്കെ, അപ്പോൾ ഏരിയയായി. ഇനി ഇറ്റ് ക്യാരീസ് എ കറണ്ട് 85 മൈക്രോആംപിയർ. അപ്പോൾ ഇതിൽ കൂടെ കയറിപ്പോകുന്ന കറണ്ട് 85 മൈക്രോആംപിയർ ആണ്. ഞാൻ അതുപോലെ തന്നെ എഴുതി. ഓക്കെ, ഇതിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. അപ്പം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0.85 ടെസ്ല എന്നാണ്. ഒരു പ്രയാസവും ആർക്കും ഇല്ല. ഇനി ബാക്കി എന്താ? വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദ കോയിൽ ത്രൂ 180 ഡിഗ്രി എഗൻസ്റ്റ് ദ ടോർക്ക്. ഈ കോയിലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം. അതിന് എത്ര വർക്ക് ചെയ്യണം? വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ് ഇക്വേഷൻ? MB ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 എന്നല്ലേ? ഓക്കെ, അപ്പോൾ ഞാനത് എഴുതി. ഇനി ബാക്കി ഇതിനകത്ത് വാല്യൂസ് ഇടണം. വർക്ക് ഈസ് ഈക്വൽ ടു MB ഞാൻ എഴുതി. കോസ് ഇനീഷ്യൽ ആംഗിൾ നമ്മൾ 0 എന്നാണ് എടുക്കുന്നത് അല്ലേ? മൈനസ് കോസ് നമ്മുടെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഇനി വാല്യൂ നമുക്കിടാം. വർക്ക് ഈസ് ഈക്വൽ ടു MB അതുപോലെ എഴുതി. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. മൈനസ് കോസ് 180 മൈനസ് 1 ആണ്. അപ്പോൾ ആൻസർ 2MB എന്നായി. ഓക്കെ, ഇനി ഇതിൽ വാല്യൂസ് നമ്മൾ ഇടാം. 2M എന്ന് പറഞ്ഞാൽ എന്താണ്? മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ IA N ടേൺസ് ഉള്ളതുകൊണ്ട് IA ഇൻറ്റു N. അപ്പോൾ IA ഇൻറ്റു N. ഓക്കെ, ഇനി അടുത്തത് അപ്പോൾ MIB. അപ്പോൾ ഇതിനകത്തിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ഇൻറ്റു ഐയുടെ വാല്യൂ 85 മൈക്രോആംപിയർ എന്നാണ് ഞാൻ ഇട്ടത്. ഓക്കെ, 85 മൈക്രോആംപിയർ ഇൻറ്റു എയുടെ വാല്യൂ നമ്മളിവിടെ ഉണ്ട് 2.1 ഇൻറ്റു 10⁻² ഇൻറ്റു 1.25 ഇൻറ്റു 10⁻² എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് N എത്ര? 250 ആണ്. അപ്പോൾ 250 ഇൻറ്റു അപ്പോൾ N ആയി. ബിയുടെ വാല്യൂ എത്രയാണ്? 0.85 എന്നാണ്. അപ്പോൾ ഇത് ഒരു വലിയൊരു പ്രോസസ്സൊന്നുമല്ല, മൾട്ടിപ്ലൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ മൈക്രോ അവിടെ ഇട്ടിട്ടുണ്ട്. മൈക്രോ ആംപിയറിലാണ് കറണ്ട് എഴുതിയത്. അപ്പോൾ നിങ്ങളുടെ അത് എന്തിനാണ് അങ്ങനെ ഇട്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചോയ്സ് എല്ലാം മൈക്രോ ജൂളിലാണ്. അപ്പോൾ നമ്മൾ മൈക്രോ അവിടെ കിടന്നോട്ടെ. അപ്പോൾ ബാക്കി എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 9.1 എന്ന് വരും. ബാക്കി മൈക്രോ വരും, പിന്നെ ജൂളും വരും. ഓക്കെ, അപ്പോൾ ആൻസർ 9.1 മൈക്രോ ജൂൾ എന്നാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഇതായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു. എളുപ്പമല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കൂടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. വായിച്ചോളൂ. ഇതേ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യേണ്ട അടുത്ത ക്വസ്റ്റ്യൻ. എ മാഗ്നറ്റിക് നീഡിൽ ലൈങ് പാരലൽ ടു മാഗ്നറ്റിക് ഫീൽഡ് റിക്വയർസ് വർക്ക് W ടു ടേൺ ത്രൂ 60 ഡിഗ്രി എന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. എന്താണ്? MB ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ0 എന്നാണ്. കോസ് θ2 എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വാല്യൂ ഇട്ട് കൊടുക്കാം. MB ഇൻറ്റു കോസ് ഇനീഷ്യൽ ആംഗിൾ 0 ആണ്, മൈനസ് കോസ് 60 എന്നാണ്. ഓക്കെ, അപ്പോൾ MB അതുപോലെ എഴുതി. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, മൈനസ് കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ ആൻസർ MB ഡിവൈഡഡ് ബൈ 2 എന്നാണ് അല്ലേ? ഇതിൻ്റെ ആൻസർ W എന്ന് ഗിവൺ ആണ്. ഓക്കെ, ഇനി വാട്ട് ഈസ് എ ടോർക്ക് നീഡഡ് ഇൻ ദിസ് പൊസിഷൻ എന്നാണ്. ടോർക്കിൻ്റെ ആൻസർ എന്താ? MB സൈൻ തീറ്റ എന്നല്ലേ? അപ്പോൾ അതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ MB ഇൻറ്റു സൈൻ 60 എന്നാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയുക ആൻസർ. MB ഇൻറ്റു സൈൻ 60 എത്രയാണ്? √3/2 അല്ലേ? അപ്പോൾ MB/2നെ റീപ്ലേസ് ചെയ്യാം നമുക്ക് W എന്ന്. അപ്പോൾ അതാ W ഇട്ടു √3. അപ്പോൾ അത് ആൻസർ ഉണ്ടോ? √3W ഇതായിരിക്കുന്നു ആൻസർ. എളുപ്പം, നല്ല എളുപ്പം. ഒരേ ഇക്വേഷനിൽ 2 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ ആണ്. Following figures show the arrangement of bar magnets in different configurations.
കുറേ മാഗ്നറ്റുകളുടെ കോൺഫിഗറേഷൻസ് ആണ് ഇരിക്കുന്നത്. ഈച്ച് മാഗ്നറ്റ് ഹാസ് മൊമെൻറ്റ് എം. എല്ലാ മാഗ്നറ്റിൻ്റെയും മാഗ്നറ്റിക് മൊമെൻറ്റ് എം ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് വെക്ടറാണ്, അതിൻ്റെ ഡയറക്ഷൻ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ്. അതെല്ലാം നമുക്കറിയാം. വിച്ച് ഹാസ് ഹയസ്റ്റ് നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മൊമെൻറ്റ് ഏതിനാണ്? അപ്പോൾ നമുക്ക് നോക്കാം. സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് മൊമെൻറ്റ്. ഇവിടെയും സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ്. ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. സെക്കൻഡ് കേസിൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് മൊമെൻറ്റ്, സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് മൊമെൻറ്റ്. ഇത് രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെറ്റ് മൊമെൻറ്റിൻ്റെ ആൻസർ എത്ര വരും? 0 എന്ന് വരും അല്ലേ. ഇനി അടുത്ത കേസിൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് മൊമെൻറ്റ്, സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് മൊമെൻറ്റ്. ഇടയ്ക്കുള്ള ആംഗിൾ 30 ആണ്. അടുത്തതിൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് എം, അടുത്ത സൗത്തിൽ നിന്ന് നോർത്തിലോട്ട് എം, ഇടയ്ക്കുള്ള ആംഗിൾ 60 ആണ്. ഈ ഓരോ കേസിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എം കണ്ടുപിടിക്കണം. അപ്പോൾ എം കണ്ടുപിടിക്കാൻ എന്താ വഴി? രണ്ട് വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് എത്രയെന്നാണ് ഞാൻ ചോദിച്ചത്. റൂട്ട് ഓഫ് a² + b² + 2ab cos θ. അത് തന്നെയാണ്. അപ്പോൾ റൂട്ട് ഓഫ് ഇവിടെ m² + m² + 2mm cos θ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എം കണ്ടുപിടിക്കാം. ഫസ്റ്റ് കേസിൽ എമ്മിൻ്റെ ആൻസർ എത്രയാണ്? റൂട്ട് ഓഫ് നിങ്ങൾ തന്നെ പറയണം m² + m² + 2mm cos 90. cos 90 എത്രയാണ്? 0 ആണ് അല്ലേ. അപ്പോൾ ഈ ടേം ഫുള്ളായിട്ട് പോവും. അപ്പോൾ റൂട്ട് ഓഫ് 2m² എന്നാണ്. റൂട്ട് ഓഫ് 2m² എന്നാണ്. അപ്പോൾ എം വെളിയിൽ എടുത്തു, ബാക്കി √2. അപ്പോൾ ഫസ്റ്റ് കേസിൽ മൊമെൻറ്റിൻ്റെ ആൻസർ m√2 എന്നാണ്. സെക്കൻഡ് കേസിലെ മൊമെൻറ്റിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞു 0 എന്നാണ്. ഇനി തേർഡ് കേസിലെ മൊമെൻറ്റ് എത്രയെന്ന് പറയണം. m = റൂട്ട് ഓഫ് m² + m² + 2mm നിങ്ങൾ തന്നെ പറയൂ cos 30 എന്നാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ റൂട്ട് ഓഫ് m² + m² + 2m² × cos 30 എന്നാണ്. അപ്പോൾ √3/2 എന്നാണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. അത് ആൻസർ വരാൻ പോകുന്നു റൂട്ട് ഓഫ് 2m² + m² × √3 എന്നാണ് അല്ലേ. രണ്ടിലും എന്താ കോമൺ ഉള്ളത്? m² കോമൺ ഉണ്ട്. അത് കോമൺ എടുത്തിട്ട് വെളിയിലെടുക്കാം. അപ്പോൾ എന്ത് വരും? m ആവൂലേ. ബാക്കി റൂട്ടിൻ്റെ അകത്ത് ആദ്യത്തെ 2 ഉണ്ട് പ്ലസ്, രണ്ടാമത്തെ ഇനി √3 ഉണ്ട്. ഇനി നിങ്ങൾ തന്നെ ആൻസർ പറയുക. = m ഞാൻ അതുപോലെ എഴുതി. റൂട്ട് ഓഫ് 2 + √3യുടെ വാല്യൂ എത്രയാണ്? 1.732 എന്നാണ് അല്ലേ. അപ്പോൾ ആൻസർ എത്ര വരും? m × റൂട്ട് ഓഫ് എത്ര വരിക? 3.732 എന്നാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ കേസിലെ മൊമെൻറ്റും ആയി. ഇനി അടുത്ത കേസിലെ മൊമെൻറ്റ്, ലാസ്റ്റ് കേസിലെ മൊമെൻറ്റ് എങ്ങനെ കാണും? അപ്പോൾ m = റൂട്ട് ഓഫ് m² + m² + 2mm cos 60 എന്നാണ് അല്ലേ. അപ്പോൾ നമുക്കിതിൽ വാല്യൂ ഇടാം. റൂട്ട് ഓഫ് 2m² + 2m² × cos 60 എത്ര? 1/2 എന്നാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. അപ്പോൾ ആൻസർ ഇതാ വരുന്നു റൂട്ട് ഓഫ് 3m² എന്നാണ്. അപ്പോൾ ആൻസർ ഇതാ വരുന്നു m√3 എന്നാണ്. ഓക്കെ. ഇതിൽ ഏറ്റവും കൂടിയ മൊമെൻ്റ് ഏതാണ്? ഷുവർലി ഇതാണ്. ഓക്കെ. അപ്പോൾ ഏത് കേസിലാണ്? 3 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ 3 വരുന്നത് ഇതാണ്. സൂക്ഷിച്ചെഴുതണം കേട്ടോ. അപ്പോൾ 3 എന്നുള്ളത് ചിലപ്പോൾ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് സെക്കൻഡ് ആയിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. ഒറ്റ ഇക്വേഷൻ റൂട്ട് ഓഫ് a² + b² + 2ab cos θ. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? എ ബാർ മാഗ്നറ്റ് ഓഫ് ലെങ്ത് L ആൻഡ് മാഗ്നറ്റിക് മൊമെൻറ്റ് m ഈസ് ബെൻഡ് ടു ഫോം ആൻ ആർക്ക് ആസ് ഇൻ ഫിഗർ. അപ്പോൾ നമ്മുടെ കയ്യിൽ പണ്ടൊരു മാഗ്നറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മാഗ്നറ്റിനെ വരയ്ക്കാം. ഇതാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാഗ്നറ്റ്. ഓക്കെ. ഈ മാഗ്നറ്റിൻ്റെ പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഞാൻ QM എന്നെടുത്തു. ഓക്കെ. പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി ലെങ്ത് ഓഫ് ദ മാഗ്നറ്റ് L ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറയുക ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എത്രയാണ്? മൊമെൻ്റ് എത്ര വരും? മൊമെൻ്റ് m = എത്രയാണ്? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. അപ്പോൾ QM × L ആണ് ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ്. ഈ മാഗ്നറ്റാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇത്രയും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈ മാഗ്നറ്റിനെയാണ് ഇപ്പോൾ വളച്ചു വെച്ചിരിക്കുന്നത്. കണ്ടോ? ഫുൾ സർക്കിൾ ആണെങ്കിൽ 360 ഡിഗ്രിയാണ്. ഇപ്പോൾ എത്ര ഡിഗ്രിയാണ് തിരിച്ചു വെച്ചിരിക്കുന്നത്? 60 ഡിഗ്രിയാണ് അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ. അപ്പോൾ 1/6 ഒരു ഫുൾ സർക്കിളിൻ്റെ 1/6 ആണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇവിടെ റേഡിയസ് കണ്ടോ? റേഡിയസ് 6 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ഫുൾ സർക്കിൾ 2πr ആണ്. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ ലെങ്ത് ഇപ്പോൾ എന്തായിട്ട് മാറിയിരിക്കുകയാണെന്ന് പറയണം. L എന്തായിട്ട് മാറിയിരിക്കുകയാണെന്ന് പറയണം. നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. L എന്തായിട്ട് മാറി?
എൽ ഫുൾ സർക്കിൾ ആണെങ്കിൽ 2πr ആയിട്ട് മാറി എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ 2πr/6 ആയിട്ട് മാറി. അപ്പോൾ 2πr/6 ആയിട്ട് മാറി. അതായത് πr/3 ആയിട്ട് മാറി. ഇനി നമുക്കിവിടുന്ന് ഈ ഇത്രയും സംഭവത്തിൽ നിന്ന് r കണ്ടുപിടിക്കാം. r എങ്ങനെ കണ്ടുപിടിക്കും? 3l/π എന്ന് വരില്ലേ. അപ്പോൾ നമ്മൾ സർക്കിളിൻ്റെ എന്ത് കണ്ടുപിടിച്ചു? റേഡിയസ് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ പിക്ചറിലൊരു മോഡിഫിക്കേഷൻ ചെയ്യാം. ഇതാണ്ട ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വരച്ചു. ഇനി ഇപ്പോഴ് ഈ കണ്ടീഷനിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ വരയ്ക്കുന്ന ലൈൻ അല്ലേ, ലൈൻ AB ആണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ മൊമെൻ്റ് എങ്ങനെ കാണും? ന്യൂ മൊമെൻ്റ് എങ്ങനെ കാണും? ന്യൂ മൊമെൻ്റ് എങ്ങനെയാണ് കാണുന്നത്? നല്ല ക്വസ്റ്റനാണ്. ന്യൂ മൊമെൻ്റ് കാണാൻ m' കാണാൻ എന്ത് ചെയ്യണം? പോൾ സ്ട്രെങ്തിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ് എന്ന് പറയുന്നത് AB ആണ്. അപ്പോൾ AB കണ്ടുപിടിക്കണം അല്ലേ. ഇപ്പോൾ AB കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ C എന്ന് പറഞ്ഞൊരു പോയിന്റ് ഞാൻ ഇവിടെ നടുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ AC കണ്ടുപിടിച്ചാൽ AC-യുടെ ഡബിൾ എടുത്താൽ മതി അല്ലേ. അപ്പോൾ ഞാൻ അതും കൂടെ എഴുതി വയ്ക്കാം. ഇതാ ഇവിടെ ഈ ആംഗിൾ എത്ര വരും? 30 ഡിഗ്രി വരും. ഈ ട്രയാങ്കിളിനകത്ത് നിന്ന് നിങ്ങൾ സൈൻസ് 30 ഒന്ന് എടുത്ത് നോക്കിയേ. ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലേ. അപ്പോൾ AC-യുടെ ആൻസർ r sin sin 30 എന്ന് വരും അല്ലേ. അപ്പോൾ AC ഈക്വൽ ടു എത്ര വരും? r ഇൻറ്റു sin 30 എത്ര? 1/2 അല്ലേ. അപ്പോൾ AC-യുടെ ആൻസർ r/2 ആണ്. r/2 ആണ്. അപ്പോൾ AB-യുടെ ആൻസർ എത്ര വരും? അതിൻ്റെ ഡബിള്. അപ്പോൾ 6 വരും. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ ആക്ച്വലി ഇതാണ്ട് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിളാണ്. കണ്ടോ? ഇതാണ് ഇവിടെ 6, ഇവിടെ 6, ഇവിടെ 6 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പോയിന്റ് A, ഇതാണ് പോയിന്റ് B. ഓക്കെ ആണ്. അപ്പോൾ എല്ലാ ആംഗിളും എത്ര വെച്ച് വരും? 60 ഡിഗ്രി വെച്ച് വരും. ഇനി നിങ്ങൾ തന്നെ ബാലൻസ് എനിക്ക് പറഞ്ഞു തരണം. വാട്ട് ഈസ് എ ന്യൂ മൊമെൻ്റ്? മൊമെൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ മൊമെൻ്റ് ഈസ് ഈക്വൽ ടു പറയും. മൊമെൻ്റ് എങ്ങനെയാണ് കാണുക? QM ഇൻറ്റു AB-യുടെ ആൻസർ. AB-യുടെ ആൻസർ 6 എന്നാണ്. അപ്പോൾ m' ഈക്വൽ ടു പറഞ്ഞോളൂ. QM എഴുതി. r-ൻ്റെ ആൻസർ ഇവിടെ ഉണ്ട് 3l/π എന്നാണ്. ഓക്കെ, 3l/π എന്നാണ്. ഇനി ഇവിടെ നിന്ന് ഞാൻ റൗണ്ട് ചെയ്യും ചില കാര്യങ്ങൾ. അതെന്താണെന്ന് നിങ്ങൾ പറയണം. QM ഇൻറ്റു L എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള കേസിൽ m അല്ലേ? ആണ്. അപ്പോൾ m ആണ്. അപ്പോൾ m ഞാൻ അതുപോലെ എഴുതി. ബാക്കി ഒരു 3 ഉണ്ട്, π ഉണ്ട്. അങ്ങനെ ഉണ്ട്. പുതിയ മൊമെൻ്റ് കിട്ടിയിട്ടുണ്ട്. 3m/π എന്നാണ്. അപ്പോൾ 3m/π എന്നുള്ള ഓപ്ഷൻ ഇതാ ഇരിക്കുന്നു. അപ്പോൾ ഞാനൊന്നും കൂടെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞേക്കാം. നമ്മുടെ ഇവിടെ എന്താണ് ശ്രദ്ധിക്കുക. ആദ്യം നമ്മുടെ കയ്യിലൊരു മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റിൻ്റെ പോൾ സ്ട്രെങ്ത് നമുക്ക് QM എന്ന് വിളിക്കാം, ലെങ്ത് L എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യമുള്ള മൊമെൻ്റ് എന്ന് പറയുന്നത് പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. ഓക്കെ, ഇനി ഇതിൽ നിന്ന് L അടുത്ത സെക്കൻഡ് കേസാണ്. സെക്കൻഡ് കേസിൽ ഈ മാഗ്നറ്റിനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫുൾ സർക്കിൾ ആണെങ്കിൽ 360 ഡിഗ്രിയാണ്. ഇവിടെ കാണുന്ന ആംഗിൾ 60 ആണ്. അതായത് 1/6 ഓഫ് 2πr ആണ്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കുക, ഈ L എന്ന് പറയുന്നത് എത്ര വരും? ഫുൾ സർക്കിളിൻ്റെ 1/6 ആണ്. അതായത് അതിൻ്റെ നീളം 2πr/6 ആണ്. അതായത് πr/3 ആണ്. ഇനി ഇതിൽ നിന്ന് r കണ്ടുപിടിച്ചു. r എന്ന് പറയുന്നത് 3l/π എന്നാണ്. അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസ് ആക്കി. ഈ ആംഗിൾ അപ്പോൾ 30 എന്ന് വരും അല്ലേ. അപ്പോൾ sin 30 എടുത്താൽ AC/r എന്ന് വരും. AC/r എന്ന് വരും. അപ്പോൾ അതിൽ നിന്ന് AC കണ്ടുപിടിച്ചു. ഓക്കെ, sin 30യുടെ വാല്യൂ എത്രയാണ്? 1/2 ആണ്. അപ്പോൾ r/2 എന്ന് വരും AC-യുടെ ആൻസർ. AC r/2 വരുമെങ്കിൽ AB-യുടെ ആൻസർ എത്ര വരും? AB-യുടെ ആൻസർ 6 എന്ന് വരും. ഓക്കെ, ഇപ്പോഴത്തെ പോള് തമ്മിലുള്ള ലെങ്ത് എന്ന് പറയുന്നത് പോള് തമ്മിലുള്ള ഡിസ്റ്റൻസ് AB അല്ലേ. അപ്പോൾ അത് 6 ആണ്. അപ്പോൾ പുതിയ പോൾ സ്ട്രെങ്ത് എങ്ങനെ കാണും? പോൾ സ്ട്രെങ്ത് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോൾസ്. അപ്പോൾ r-ൻ്റെ വാല്യൂ പഴയ വാല്യൂ എടുത്തെഴുതി. ഇനി ഇതിൽ റൗണ്ട് ചെയ്തിരിക്കുന്നത് രണ്ടും നോക്കിയാൽ QM ഇൻറ്റു L എന്ന് പറഞ്ഞാൽ പഴയ m ആണ്. അപ്പോൾ m എന്ന് എഴുതി. ബാക്കി 3/π. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ ആൻസർ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ D ആണ്. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നല്ല സുഖമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ആൻ അയൺ rod of susceptibility 599 is subjected to a magnetizing field 1200. അപ്പോൾ ഒരു അയൺ റോഡ് എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ സസെപ്റ്റിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ കൈ. അപ്പോൾ അതിൻ്റെ വാല്യൂ 599 ആണ്. ഇതിനെ ഒരു മാഗ്നറ്റൈസിങ് ഫീൽഡിൽ വെച്ചു. അപ്പോൾ H ഫീൽഡിൽ വെച്ചു. Hൻ്റെ വാല്യൂ എത്രയാണ്? 1200 ആണ്.
ഓക്കെ, പെർമിയബിലിറ്റി ഓഫ് മെറ്റീരിയൽ എത്ര എന്നാണ്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ മ്യൂ എത്ര എന്നാണ് ചോദ്യം. എന്താണ് മ്യൂ എന്ന് പറഞ്ഞാൽ μ0 μr ആണ്. അപ്പോൾ ഇത് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്ക് ധൈര്യമായിട്ട് കണ്ടുപിടിക്കാം. എങ്ങനെ? കൈ കാണാൻ ഉള്ള ഇക്വേഷൻ, കൈ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈ കാണാൻ ഒരുപാട് ഇക്വേഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് കാണാനുള്ള ഇക്വേഷൻ 1 + കൈ ഈക്വൽ ടു 1 + കൈ ഈക്വൽ ടു ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, 1 + കൈ ഈക്വൽ ടു നമ്മുടെ μr. ഇങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 + 599 എടുത്താൽ നിങ്ങൾക്ക് μr കിട്ടും. അതായത് μrൻ്റെ ആൻസർ 600 എന്നാണ്. ഓക്കെ, μr കിട്ടി. ഇനി മ്യൂ എങ്ങനെ കാണും? മ്യൂ = μ0 × μr. μ0യുടെ വാല്യൂ 4π × 10⁻⁻⁷ ഇൻറ്റു 600. ഓക്കെ, അപ്പോൾ ആൻസർ ആയി കഴിഞ്ഞു. നമുക്ക് ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. 4 ഇൻറ്റു ഇത് എത്ര? 24 20 ഇൻറ്റു 10⁻⁷ പൈ എന്നാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ആൻസർ ഉണ്ടോ? അപ്പോൾ നമുക്ക് നോക്കാം. 2.4ൻ്റെ ടേംസിലാണ് എഴുതി. അപ്പോൾ ഇതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ എത്ര വരും? 2.4 ഇൻറ്റു ഇവിടെ 1000 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 10⁻⁻⁴ പൈ എന്നാണ്. അപ്പോൾ ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. 2.4 പൈ 10⁻⁻⁴ ഉണ്ടല്ലോ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ. ഒരു പ്രയാസമില്ലാത്ത ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. നല്ല എളുപ്പമുള്ളതായിരുന്നു ഇപ്പോഴത്തത്. ഇനി നോക്കൂ. എ തിൻ ഡയാമാഗ്നറ്റിക് റോഡ് ഈസ് പ്ലേസ്ഡ് വെർട്ടിക്കലി ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് ആൻ ഇലക്ട്രോമാഗ്നറ്റ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിൻ്റെ പോൾസിൻ്റെ ഇടയ്ക്ക് ഒരു ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ചു, റോഡ് വെച്ചു. ഇനി കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ ഇലക്ട്രോമാഗ്നറ്റ് വഴി കറണ്ട് വിട്ടു. ഓക്കെ, ദെൻ ഡയാമാഗ്നറ്റിക് റോഡ് ഈസ് പുഷ്ഡ് അപ്പ്. ആ ഡയാമാഗ്നറ്റിക് റോഡ് പുഷ്ഡ് അപ്പായി എന്ന് പറഞ്ഞാൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിന് ഇഷ്ടമില്ലാത്ത മെറ്റീരിയലാണ്. അപ്പോൾ അത് റിപ്പൽഡായി എന്നർത്ഥം. ഇനി ബാക്കി പറ. ഹെൻസ് റോഡ് ഗെയിൻസ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ഇത് പുഷ്ഡ് അപ്പ് ആകുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി കിട്ടുമല്ലോ. വർക്ക് റിക്വയർഡ് ടു ഡു ദിസ് കം ഫ്രം. ഇത് ചെയ്യാൻ വേണ്ടിയുള്ള വർക്ക് എവിടെ നിന്ന് വരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ പറയൂ, എവിടെ നിന്ന് വരും? ഇപ്പോൾ നിങ്ങൾ കറണ്ട് കയറ്റി വിട്ടു കോയിലിൽ കൂടെ. ആ കറണ്ട് കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി. ആ മാഗ്നറ്റിക് ഫീൽഡ് പുഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ പുഷ് ചെയ്ത് പൊക്കിയപ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഇതാണല്ലോ കഥ. അപ്പോൾ ഇനീഷ്യലി ഇതെല്ലാം കൊടുത്തതാരാണ്? കറണ്ടാണ്. അപ്പോൾ കറണ്ട് സോഴ്സ് എന്നാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, വേറെ ഒന്നും എഴുതി വയ്ക്കരുത്. അപ്പോൾ ഇനീഷ്യലി കൊടുത്ത കറണ്ടാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി ഇതിനെ പൊക്കി പൊട്ടൻഷ്യൽ എനർജി ജനറേറ്റ് ചെയ്തത്. ഓക്കെയാണ്. അപ്പോൾ ആൻസർ ഏതാണ്? കറണ്ട് സോഴ്സ് എന്നാണ്. അപ്പോൾ ഇതിനകത്ത് പ്രിൻറ്റഡ് മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്ന ആൻസറിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്, അത് മൈൻഡ് ചെയ്യേണ്ട. ഇതാണ് എൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഓഫ് സസെപ്റ്റിബിലിറ്റി 3 × 10⁻⁻⁴. അപ്പോൾ സസെപ്റ്റിബിലിറ്റി തന്നിട്ടുണ്ട്. കൈ എത്രയാണ്? 3 × 10⁻⁻⁴ എന്നാണ്. ഇറ്റ് ഈസ് പ്ലേസ് ഇൻ എ മാഗ്നറ്റൈസിങ് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ വാല്യൂ 4 × 10⁻⁻⁴ ആണ്. ദെൻ ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. നല്ല എളുപ്പമല്ലേ? കൈ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? M/H എന്നാണ്. അപ്പോൾ എം എങ്ങനെ കാണുമെന്നാണ് ചോദ്യം. കൈ H എന്നാണ്. എളുപ്പം. കൈയുടെ ആൻസർ 3 × 10⁻⁴ ഇൻറ്റു എച്ചിൻ്റെ ആൻസർ 4 × 10⁻⁴. അപ്പോൾ ആൻസർ ഇതാ കിട്ടി. 12 × 10⁻⁸ ഉണ്ടോ? ഇതായിരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റൻ ആയിപ്പോയി. അപ്പോൾ 12 × 10⁻⁸ എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകണം. അപ്പോൾ ഇവിടെ ഉപയോഗിച്ച ഇക്വേഷൻ കൈ = M/H എന്നാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അറ്റ് ക്യൂറി പോയിന്റിൽ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ബിക്കംസ്. നിങ്ങൾ തന്നെ പറയൂ. ക്യൂറി പോയിന്റ് എത്തുമ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഡാഷ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? ക്യൂറി പോയിന്റ് എത്തുമ്പോൾ ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ എന്തായിട്ട് മാറും? പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിട്ട് മാറും. നമുക്കറിയാമെന്നുള്ള സ്ട്രൈറ്റ് ക്വസ്റ്റൻ അല്ലേ? ആൻസർ ഏതാണ്? സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇൻ പെർമനൻറ്റ് മാഗ്നറ്റ് അറ്റ് റൂം ടെമ്പറേച്ചർ. ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഞാൻ എടുക്കുകയാണ്. പെർമനൻറ്റ് മാഗ്നറ്റ് എടുത്താൽ അതിൻ്റെ ഓരോ മോളിക്യൂളും ഓരോ മൊമെൻ്റ് എന്താണ്? മാഗ്നറ്റിക് ഡൈപോളാണ്. ഇത് എന്ത് ഫോം ചെയ്യും? ഡൊമൈൻ ഫോം ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഇപ്പോഴത്തെ കേസ് നോക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിൽ എല്ലാം ഒന്നും ഡൊമൈൻ ഇതുപോലെ പെർഫെക്റ്റ് ഡൊമൈൻ ഒന്നും ഫോം ചെയ്യില്ല. പക്ഷേ നമ്മുടെ ഭയങ്കര കൂൾ ടെമ്പറേച്ചർ ആണെങ്കിൽ, ഭയങ്കര ലോവസ്റ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഡൊമൈൻ ഫോർമേഷൻ ആയിരിക്കും. ഇപ്പോഴോ റൂമിലായിരിക്കുമ്പോഴോ പെർഫെക്റ്റ് ഫോർമേഷൻ ഒന്നും നടക്കത്തില്ല. ഓക്കെ, അപ്പോൾ എനിവേ നമ്മുടെ പെർമനൻറ്റ് മാഗ്നറ്റ് ആണെങ്കിൽ അതിനകത്ത് ഡൊമൈൻ ഉണ്ട്.
റൂമിലിരിക്കുമ്പോൾ പെർഫെക്റ്റായിട്ട് എല്ലാം ഫോം ചെയ്യും. റൂമിലിരിക്കുമ്പോൾ പാർഷ്യൽ ഫോമേഷൻ ആയിരിക്കും. ലോ ടെമ്പറേച്ചർ ആയിരിക്കുമ്പോൾ എങ്ങനെയാണ്? ലോ ടെമ്പറേച്ചർ ആയിരിക്കുമ്പോൾ പെർഫെക്റ്റ് ഫോമേഷൻ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏത് വരും? ഡൊമൈൻസ് ആർ പാർഷ്യലി അലൈൻഡ് എന്നാണ് ഇതിൻ്റെ ആൻസർ. നല്ല എളുപ്പമാണ്, പറഞ്ഞ തിയറിയാണ്. ഡൊമൈൻസ് ആർ പാർഷ്യലി അലൈൻഡ് അറ്റ് റൂം ടെമ്പറേച്ചർ, കംപ്ലീറ്റ്ലി അലൈൻഡ്, പെർഫെക്റ്റ്ലി അലൈൻഡ് അറ്റ് ലോ ടെമ്പറേച്ചർ എന്നാണ്. ഓക്കെ, ഓർത്ത് വെച്ചോണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് കൈ 1 ആൻഡ് കൈ 2? അപ്പോൾ 2 കൈകളുണ്ട്. ആർ സസെപ്റ്റിബിലിറ്റി ഓഫ് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആയിക്കോട്ടെ അറ്റ് ടെമ്പറേച്ചർ T1 ആൻഡ് T2. നമ്മൾ റൂള് പഠിച്ചിട്ടുള്ളതാണ്. സസെപ്റ്റിബിലിറ്റി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന റൂള്. അപ്പോൾ നമ്മൾ എങ്ങനെ ആൻസർ എഴുതും? ആദ്യത്തെ കേസിൽ കൈ 1 പ്രപ്പോർഷൻ 1/T1 എന്ന് എഴുതാം. രണ്ടാമത്തെ കേസിൽ കൈ 2 പ്രപ്പോർഷൻ 1/T2 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ കൈ 1/കൈ 2 ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയും, 1/T1 ഡിവൈഡഡ് ബൈ 1/T2. അപ്പോൾ എന്ത് വരും? T2/T1 എന്ന് വരും. അപ്പോൾ ഇത് ക്രോസ് ചെയ്താൽ കൈ 1 T1 ഈസ് ഈക്വൽ ടു കൈ 2 T2 എന്നാണ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ഇതാ ഇവിടെ തന്നെ ഉണ്ട്. കൈ 1 T1 ഈസ് ഈക്വൽ ടു കൈ 2 T2. തെറ്റിക്കരുത്. ചോയ്സ് സെലക്ട് ചെയ്യുമ്പോൾ കണ്ണ് തെറ്റി ഒരു അക്ഷരം ഒന്ന് മാറിയാൽ ഇത്രയും നേരത്തെ പണി വേസ്റ്റ് ആവും. അപ്പോൾ കൈ 1 T1 ഈസ് ഈക്വൽ ടു കൈ 2 T2 അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയല്ലായിരുന്നോ? അപ്പോൾ നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻസാണ് വർക്കൗട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് ഈ ചാപ്റ്ററിനകത്ത് നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും സ്ട്രോങ് അല്ലേ? അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.